നമസ്കാരം. ശ്രീകല ധനേഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഹിരണ്യാക്ഷൻ്റെ മരണത്തിൽ ദുഃഖിതരായ സ്വജനങ്ങളെ ഹിരണ്യകശിപു ആശ്വസിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ഫ്രണ്ട്സ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ഭാഗത്തിൽ യുധിഷ്ഠിരൻ നാരദരോട് പറഞ്ഞിരുന്നല്ലോ പ്രഹ്ലാദ ചരിത്രത്തെ പറഞ്ഞു തരണമെന്ന്. അപ്പോൾ അതാണ് നാരദർ പറഞ്ഞു തുടങ്ങുന്നത്. ശ്രീ നാരദ പറഞ്ഞു, ശ്രീഹരി വരാഹമൂർത്തിയായി അവതരിച്ച് ഹിരണ്യാക്ഷനെ വധിച്ചപ്പോൾ ഹിരണ്യകശിപുവിന് അസഹ്യമായ ദുഃഖവും അമർഷവും ഉണ്ടായി. തൻ്റെ പരിവാരങ്ങളെ വിളിച്ചു പറഞ്ഞു, ഹരി സർവത്ര സമസ്വഭാവനാണെന്നാണല്ലോ വെപ്പ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. അല്പന്മാരായ ദേവന്മാരുടെ പക്ഷം പിടിച്ച് എൻ്റെ സഹോദരനെ കൊന്നത് കണ്ടില്ലേ? അതിനാൽ അവൻ്റെ ഈശ്വരത്വവും തേജസ്സും പോയിരിക്കുന്നു. ഞാൻ ഹരിയെ വധിച്ച് ആ രക്തം കൊണ്ട് പ്രിയപ്പെട്ട അനുജന് തർപ്പണം ചെയ്യും. അതുവരെ നിങ്ങൾ ഒന്ന് ചെയ്യണം. വിഷ്ണുവിൻ്റെ അംഗങ്ങളായ തപസ്, യജ്ഞം, ദാനം, വ്രതം മുതലായവ ചെയ്ത് ലോകത്തെ പുഷ്ടിപ്പെടുത്തുന്ന സാധു ബ്രാഹ്മണാദികളെയെല്ലാം കൊന്നൊടുക്കണം. യജ്ഞസാമഗ്രികളെ നൽകുന്ന പശുക്കളെ നശിപ്പിക്കണം. വർണ്ണാശ്രമ ധർമ്മങ്ങൾക്കനുസൃതമായ കർമ്മങ്ങൾ നടക്കുന്ന ഗ്രാമങ്ങളെ തീവച്ച് നശിപ്പിക്കണം. ഉടനെ പുറപ്പെടുവിൻ. ഈ കൽപ്പന പരദ്രോഹികളായ അസുരന്മാർക്ക് വളരെ ബോധിച്ചു. അവർ ഉത്സാഹപൂർവം അതിനെ അക്ഷരം പ്രതി നടപ്പിലാക്കി. ദേവന്മാർ ഗത്യന്തരമില്ലാതെ സ്വർഗം ഉപേക്ഷിച്ച് പ്രച്ഛന്നരായി ഭൂമിയിൽ അലഞ്ഞുതിരിഞ്ഞു. അനന്തരം ഹിരണ്യകശിപു അനുജന്റെ പ്രേതകാര്യങ്ങളെ ചെയ്തിട്ട് അന്തഃപുരത്തിൽ പ്രവേശിച്ചു. മാതാവും സഹോദരപത്നിയും സന്താനങ്ങളും ഹിരണ്യാക്ഷന്റെ മരണത്തിൽ അതിദുഃഖിതരായി കരഞ്ഞുകൊണ്ടിരുന്നു. അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അസുരേന്ദ്രൻ പറഞ്ഞു, നിങ്ങളാരും ഇങ്ങനെ കരയരുത്. യുദ്ധത്തിൽ മരിക്കുന്നത് എത്ര ശ്രേഷ്ഠമാണ്. അതുമല്ല, ഇവിടെ കാണുന്ന ബന്ധം ശാശ്വതവുമല്ല. വഴിയാത്രക്കാർ തണ്ണീർ പന്തലിൽ കൂടി പിരിയുന്നതുപോലെ ക്ഷണഭംഗുരമാണ് ഈ ബന്ധങ്ങളെല്ലാം. ജീവികൾ കർമ്മവശാൽ ഒന്നിച്ചുകൂടുന്നു, പിരിയുന്നു. ഈ ചേർച്ചയും വേർപാടും ദേഹത്തിനു മാത്രമാണ്. ആത്മാവ് ദേഹമല്ല. ആത്മാവിന് ഒരിക്കലും നാശവുമില്ല. ദേഹസംബന്ധം തോന്നുന്നത് വെറും ഭ്രമമാണ്. അതിന് കാരണം അവിദ്യയാണ്. ഇതിനെ പ്രകാശിപ്പിക്കുന്ന ഒരു കഥ പറയാം. പണ്ട് സുയജ്ഞൻ എന്ന ഒരു രാജാവിനെ ശത്രുക്കൾ വധിച്ചു. രാജപത്നിമാർ മൃതശരീരത്തിന് ചുറ്റും കൂടിയിരുന്ന് കരഞ്ഞു തുടങ്ങി. ശവസംസ്കാരം ചെയ്യാൻ പോലും സമ്മതിച്ചില്ല. സൂര്യനും അസ്തമിച്ചു. ആ സമയം യമൻ ഒരു ബാലന്റെ വേഷത്തിൽ അവിടെ വന്നു പറഞ്ഞു, അഹോ, ഇവരുടെ മോഹം കുറെ കൂടിപ്പോയി. ഇവരെല്ലാം എന്നേക്കാൾ മുതിർന്നവരും അറിവാളികളുമായി എന്തു ഫലം? ജീവൻ എവിടെ നിന്ന് വന്നുവോ അങ്ങോട്ട് മടങ്ങിപ്പോകുന്നു. ഇത് പ്രകൃതി നിയമമാണ്. ഇവിടെ ഇരിക്കുന്നതും ഇന്നലെങ്കിൽ നാളെ പോകേണ്ടവർ തന്നെ. ഇത് ആലോചിക്കാതെ എത്ര നേരമായി ഇവർ കരയുന്നു. ഇത് കാണുമ്പോൾ ഞാൻ തന്നെ ധന്യനെന്ന് തോന്നുന്നു. എൻ്റെ മാതാപിതാക്കന്മാർ എന്നെ ഉപേക്ഷിച്ചിട്ടും എനിക്ക് അശേഷം ഉത്കണ്ഠയില്ല. ദുഷ്ടമൃഗങ്ങളൊന്നും എന്നെ ഇതുവരെ ഭക്ഷിച്ചില്ല. ഗർഭത്തിൽ എന്നെ രക്ഷിച്ചവൻ ഇപ്പോഴും രക്ഷിക്കുന്നു. ഈ ലോകം ഈശ്വരൻ്റെ കളിക്കോപ്പാണ്. ഭഗവത് സങ്കല്പമുണ്ടെങ്കിൽ പെരുവഴിയിൽ നഷ്ടപ്പെട്ട വസ്തുവും തിരികെ കിട്ടും. ഇല്ലെങ്കിലോ വീട്ടിൽ ഭദ്രമായി സൂക്ഷിച്ച വസ്തുവും കാണാതെ നഷ്ടപ്പെടും. ഭഗവാൻ സങ്കല്പിച്ചാൽ ഘോരവനത്തിൽ തിരിയുന്ന അനാഥയും ജീവിക്കും. ഇല്ലെങ്കിലോ വീട്ടിൽ സംരക്ഷിക്കപ്പെടുന്നവനും മരിക്കും. ഇപ്രകാരം ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് ശരീരമാണ്. ആത്മാവിന് ഒരു കാലത്തും നാശമില്ല, ശരീര സംബന്ധവുമില്ല. ഹേ മൂഢർകളെ, ഈ ബോധമില്ലാതെ നിങ്ങൾ കരയുന്നുവല്ലോ. നിങ്ങളുടെ സുയജ്ഞൻ ഇതാ കിടക്കുന്നുവല്ലോ. പിന്നെ എന്തിനു കരയുന്നു? എന്നാൽ മുമ്പ് നിങ്ങളോട് സംസാരിച്ചവനെ കാണും അന്നും നിങ്ങൾ കണ്ടിരുന്നില്ല. നശിക്കുന്ന ദേഹത്തെക്കുറിച്ച് ദുഃഖിക്കുന്നവൻ വെറുതെ അനർത്ഥത്തെ വിളിച്ചു വരുത്തുന്നു. നിങ്ങൾ 100 വർഷം കരഞ്ഞാലും ഈ ദേഹത്തെ വിട്ടുപോയ ജീവൻ മടങ്ങി വരില്ല. ഇത്രയും പറഞ്ഞിട്ട് യമൻ മറഞ്ഞു. അപ്പോൾ ബന്ധുക്കൾക്ക് സത്യബോധമുണ്ടായി. അതുപോലെ നിങ്ങളും നശ്വരമായ ശരീരത്തെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കരുത്. പരമാർത്ഥത്തിൽ ആത്മാവല്ലാതെ വേറൊരു വസ്തുവും ഇല്ലെന്നറിഞ്ഞ് സമാധാനിക്കുകയും. ഹിരണ്യകശിപുവിൻ്റെ ഈ ഉപദേശം കേട്ട് സ്ത്രീകൾ ദുഃഖവിമുക്തരായി. ഇതുപോലെയുള്ള ഭാഗവത കഥകൾ കേൾക്കാൻ ശ്രീകല ധനേഷ് യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യൂ. നന്ദി, നമസ്കാരം.